പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ജന്മം മുതൽ ഈ നിമിഷം വരെയും ദൈവമേ, നീ ഞങ്ങളെ കരുതന്നെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വരാമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ജീവിത ഭാരവും ഏന്തി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്തണയ്ക്കണമേ. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ തൊട്ട് സൗഖ്യം നൽകണമേ. ആ മക്കൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, കണ്ണീരോടെ ഈ ഭൂമിയിലിരുന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ അനുഗ്രഹത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ വിദ്യാഭ്യാസം നേടിയിട്ട് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് നേരെ വഴിയുടെ വാതിലുകൾ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കൾക്കും ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അയക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുന്ന കാലം അത്രയും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ. എല്ലാ മക്കളുടെയും ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ഹൃദയഭാരങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് നേരെ തുറക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഓരോ മക്കളുടെയും കണ്ണുനീരിനെ കാണണമേ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അറിയണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തമ്പുരാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളിലേക്കൊന്ന് കടന്നു വരണമേ. ആ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ആ മക്കളെ ഒന്ന് തൊടയണമേ. ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഈ മക്കളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. അങ്ങ് അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എത്രയോ വലിയ അത്ഭുതങ്ങൾ ഇനിയും ഞങ്ങളിൽ എല്ലാവരിലും പ്രവർത്തിക്കണമേ. പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഭവനം പണി മുടങ്ങിക്കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കളുണ്ട്. അവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളെ അങ്ങയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഞങ്ങളിതാ അങ്ങയ്ക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അമ്മേ മാതാവേ, ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സ്വീകരിക്കണമേ. ഉടമ്പടിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ബലവും ശക്തിയും തരണമേ. പൈശാചിക ശക്തികളിൽ നിന്നും ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെ, സന്യസ്തരെയും ദേവാലയ
പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അനേകം മക്കൾക്ക് തിരുവചനം പറഞ്ഞു കൊടുക്കുവാനും അനേകം മക്കളെ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ തുണയായി കൂടെ നിൽക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ നിയോഗങ്ങളെ അങ്ങേക്ക് നൽകുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരിനെ അങ്ങേക്ക് നൽകുന്നു. എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ നൽകുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന അനേകം മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.